ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സത്യഭാമ വിജയകുമാർ എന്ന ആ ബ്രോക്കർ കൊണ്ടുവന്ന ഫോട്ടോസ് കയ്യിലേക്ക് വാങ്ങിച്ചു. അതിനുശേഷം ഷൺമുഖദാസിന്റെ മകളായ മഞ്ജരിയെ കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നു. ആ സംസാരങ്ങൾ കേട്ട് അതിശയത്തോടെ നോക്കിയിരിക്കുന്ന രാഘവൻ നായരോട് സത്യഭാമ ചോദിച്ചു, രാഘവേട്ടന് കാണണ്ടേ ഈ പെൺകുട്ടിയെ? അത് കേട്ടതും സത്യഭാമയുടെ രാഘവൻ നായർ അന്വേഷിച്ചു, അല്ല ഷൺമുഖദാസിന്റെ ആ പെൺകുട്ടിയെ ഞാനെന്തിനാ കാണുന്നത് എന്ന രാഘവൻ നായരുടെ ചോദ്യം കേട്ട് സത്യഭാമ പറഞ്ഞു, അത് വേറൊന്നും അല്ല രാഘവേട്ട, നമ്മുടെ വിഷ്ണുവിന് വേണ്ടിയാണ് ഞാൻ ആലോചിക്കുന്നത്. അവർക്കതിൽ എതിർപ്പുമില്ലെന്നാണ് എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ഷൺമുഖദാസിന്റെ അരികിൽ നിന്ന് അവരുടെ അഭിപ്രായം അറിഞ്ഞു വന്ന വിജയകുമാർ പറഞ്ഞു, അയ്യോ സത്യാമ്മ പറയുന്ന പോലെ തന്നെയാണ്, ഇക്കാര്യം എങ്ങനെ ഇവിടെ അവതരിപ്പിക്കുമെന്നതായിരുന്നു അവരുടെ ആശങ്ക. എന്നാൽ സത്യാമ്മ ഇതിനെ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചത് കൊണ്ട് അവരും വലിയ ഹാപ്പിയാണ്. അവര് എപ്പോൾ വേണമെങ്കിലും ഇവിടേക്ക് വരാൻ തയ്യാറാണ് എന്നറിയിച്ചു. അത് കേട്ട ഉടനെ തന്നെ ഷൺമുഖദാസിന്റെ മകളുടെ ഫോട്ടോ നേരെ വിഷ്ണുവിന് നേരെ കാട്ടുന്നു. വിഷ്ണുവിനോട് സത്യഭാമ പറഞ്ഞു, മോനെ ഒരു അപ്സരസിനെ പോലെ ഒരു പെൺകുട്ടിയാ, മോൻ നോക്കിക്കേ എന്ന് പറഞ്ഞ് വിഷ്ണുവിന് നേരെ ആ ഫോട്ടോ നീട്ടി. അത് കണ്ടപ്പോഴേക്കും അതിശയത്തോടെ വിഷ്ണു നോക്കുമ്പോൾ സത്യഭാമ പറഞ്ഞു, മഞ്ജരി വിഷ്ണുവിന് നല്ല മാച്ചാണ്. വിഷ്ണു അതൊന്നും കേട്ട് ഇഷ്ടപ്പെടാതെ അങ്ങനെ ആകെ കലി പിടിച്ച മനസ്സുമായി അങ്ങനെ ഇരിക്കുമ്പോൾ സത്യഭാമ വിഷ്ണു നേരെ മോനി ഫോട്ടോ നോക്കിക്കേ എന്ന് പറഞ്ഞ് ആ ഫോട്ടോ നീട്ടി. വിഷ്ണു അപ്പോഴേക്കും സത്യഭാമ തനിക്ക് നേരെ നീട്ടിയ ആ ഫോട്ടോ മോനൊന്ന് നോക്ക് എന്ന് പറഞ്ഞ് സത്യാമ്മ നീട്ടിയതും സത്യഭാമയുടെ നോട്ടം സന്തോഷമൊക്കെ വിഷ്ണുവിന് മനസ്സിലായി. ഉടനെ തന്നെ വിഷ്ണുവിൻ്റെ നേരെ ഫോട്ടോ നീട്ടിയ ആ നിമിഷത്ത് വിഷ്ണു ആ ഫോട്ടോ തട്ടിത്തെറിപ്പിച്ചു. ഇത് കണ്ടതോടെ നിലത്തേക്ക് ആ ഫോട്ടോ തെറിച്ചു വീഴുന്നത് കണ്ട് വിജയകുമാറും അവിടെ ചുറ്റും കൂടി നിന്നവരെല്ലാം അതിശയപ്പെട്ട് നോക്കുമ്പോൾ വിഷ്ണു ചാടി എഴുന്നേറ്റു. സത്യഭാമയും കലിയോടെ ചാടി എഴുന്നേറ്റ്, വിഷ്ണു നീ എന്ത് ധിക്കാരായി കാണിക്കുന്നത് എന്ന് ചോദിച്ചതും വിഷ്ണു ചോദിച്ചു, അമ്മയ്ക്ക് മനസ്സിലായില്ലേ, ഏത് അപ്സരസാണെങ്കിലും അവളെ ഈ വിഷ്ണുവിന് വേണ്ട എന്ന് പറഞ്ഞ് വിഷ്ണു പോകാൻ തുടങ്ങുമ്പോഴേക്കും വിഷ്ണുവിനെ സത്യഭാമ പിടിച്ചു നിർത്തി. വിഷ്ണു പിന്നെ ആരെ നിനക്ക് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ വിഷ്ണു പറഞ്ഞു, ശാലിനി. ആ വാക്ക് കേട്ട ഉടനെ തന്നെ സത്യഭാമ ദേഷ്യത്തോടെ നോക്കുമ്പോൾ വിഷ്ണു പറഞ്ഞു, ഇനി വിഷ്ണുവിന്റെ ജീവിതത്തിൽ ആ ഒരു പെണ്ണ് മാത്രമേ ഉണ്ടാവുള്ളൂ, മരണം വരെ എന്ന ചങ്കത്തടിച്ചുകൊണ്ട് വിഷ്ണു പറയുമ്പോൾ സത്യഭാമ പറഞ്ഞു, ശരി, എന്നിട്ട് ആ ശാലിനി എവിടെ പോയി? വർഷം 6 കഴിഞ്ഞല്ലോ, ഇതുവരെയായിട്ടും അവൾ ഇവിടേക്ക് വന്നിട്ടില്ലല്ലോ. സത്യഭാമയുടെ മുന്നിൽ വരാനുള്ള ധൈര്യമൊന്നും അവൾക്കില്ല. അവൾ തെറ്റ് ചെയ്തതുകൊണ്ടാണല്ലോ അവൾ ഇപ്പോൾ ഒഴിഞ്ഞു മാറി നിൽക്കുന്നത്. അല്ലായിരുന്നെങ്കിൽ അവൾ എപ്പം ഇവിടെ എത്തുമായിരുന്നു? 1 2 അല്ലല്ലോ, 6 വർഷങ്ങൾ കഴിഞ്ഞു, എന്നിട്ടും അവൾ ഇവിടേക്ക് എന്താ വരാതിരിക്കുന്നത് എന്ന് ചോദിച്ചു. അതൊക്കെ പോട്ടെ, അവളുടെ ഒരു കൂടപ്പിറപ്പ് ഇവിടെ ഉണ്ടല്ലോ, ഇല്ലേ? അവളെ കാണാനോ? അവൾക്കൊരു കുഞ്ഞുണ്ടായിട്ടില്ലേ? ആ കുഞ്ഞിനെ ഒന്ന് കാണാൻ അവൾ വന്നിട്ടുണ്ടോ? ആ കുഞ്ഞിന്റെ മുഖം ഒന്ന് കാണാനോ ഒന്നും അവൾ ശ്രമിച്ചിട്ടുണ്ടോ? അതൊക്കെ പോട്ടെ, ഇവിടെ വേറൊരു കുഞ്ഞുണ്ടല്ലോ, പ്രീതിയുടെ കുഞ്ഞിന്റെ കാര്യത്തിൽ എന്താ അവൾ നോക്കാത്തത്? പ്രീതിയുടെ കുഞ്ഞ് ശ്രീപാർവതി, ആ കുഞ്ഞിന്റെ മുഖം ഒരിക്കൽ അല്ലെങ്കിൽ ആ ശബ്ദം ഒന്ന് 2 ദിവസം മുഴുവൻ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തൊരു വേദനയാണെന്നറിയോ എനിക്ക്? ഞാൻ ആ കുഞ്ഞിനെ ഒന്ന് കാണാൻ കൊതിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിനെയാണ് രക്തബന്ധമെന്നും സ്നേഹബന്ധം എന്നൊക്കെ പറയുന്നത് എന്ന് സത്യഭാമ പറയുമ്പോൾ എല്ലാം കേട്ടാകട്ടെ ശാലിനിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സത്യാമ്മ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ട് പരിസരം മറന്ന് ശ്യാമ വിളിച്ചു പറഞ്ഞു, ശരിക്കും അത് കുഞ്ഞേച്ചിയുടെ കുഞ്ഞ് തന്നെയാ. ആ വാക്ക് കേട്ട ഉടനെ സത്യാമ്മ ഞെട്ടലോടെ നോക്കി, എന്താ നീ പറഞ്ഞത്? എന്താ നീ പറഞ്ഞതെന്ന്? ശാലിനിയുടെ കുഞ്ഞാണോ പപ്പി എന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യത്തോടെ സത്യഭാമ ശ്യാമയ്ക്ക് നേരെ തിരിഞ്ഞു. ശ്യാമ അപ്പോഴേക്കും വിഷ്ണുവിനെ നോക്കുന്നു. വിഷ്ണുമാകെ ആശങ്കയോടെ സത്യമാണെന്നുള്ള രീതിയിൽ അങ്ങനെ നോക്കുമ്പോൾ ശാലിനി അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് പറഞ്ഞ വാക്കുകൾ പെട്ടെന്ന് ശ്യാമയുടെ മനസ്സിലേക്ക് വന്നു. ഉടനെ ശ്യാമ പറഞ്ഞു, അത് പിന്നെ എൻ്റെ കുഞ്ഞെന്ന് പറഞ്ഞാൽ അതും കുഞ്ഞേച്ചിയുടെ കുഞ്ഞ് തന്നെയാണല്ലോ എന്ന് പറഞ്ഞതും സത്യഭാമ വീണ്ടും ദേഷ്യത്തോട് ചോദിച്ചു, നിന്നോടാ ചോദിച്ചത്? പത്മിനി ശാലിനിയുടെ കുഞ്ഞാണോ? അങ്ങനെ ദേഷ്യപ്പെട്ട് ചോദിക്കുന്നത് കേട്ടതും ശ്യാമ പറഞ്ഞു, അത് പിന്നെ സത്യാമ്മയും എൻ്റെ കുഞ്ഞെന്ന് പറഞ്ഞാൽ അതും കുഞ്ഞേച്ചിയുടെ കുഞ്ഞ് തന്നെയാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ശ്യാമയുടെ ആ മറുപടി കേട്ട് വിഷ്ണുവും സത്യാമ്മയും പെട്ടെന്ന് അത്രയും നേരം ഞെട്ടിൽ നിന്ന് അവരുടെ മുഖം മാറി. ഉടനെ ശ്യാമ പറഞ്ഞു, ഞാൻ ആ ഒരു ഇതിലാ പറഞ്ഞത്, എൻ്റെ കുഞ്ഞും എൻ്റെ കുഞ്ഞേച്ചിയുടെ കുഞ്ഞാണെന്നുള്ള രീതിയിൽ എന്ന് പറഞ്ഞപ്പോൾ സത്യഭാമ പറഞ്ഞു, അതൊക്കെ ചുമ്മാ ഒന്ന് കേൾവിക്കായി പറയാം, എൻ്റെ കുഞ്ഞ് അവളുടെ കുഞ്ഞ് ആണെന്നൊക്കെ. എന്നാൽ അതൊരു പേരിന് മാത്രമേ അങ്ങനെ പറയാൻ കഴിയൂ. എന്നാൽ രക്തബന്ധം എന്ന് പറയുന്നത് അങ്ങനെയല്ല. അവൾ ഇന്നേ വരെ നിന്റെ കുഞ്ഞിനെ ഒന്ന് കാണാൻ പോലും വന്നിട്ടില്ലല്ലോ. എന്തിന്, ഇവിടുത്തെ പാറുക്കുട്ടി ഉണ്ടല്ലോ, ആ കുഞ്ഞിനെ പോലും ഇന്നേ വരെ അവൾ കാണാൻ ആഗ്രഹിച്ചിട്ടില്ലല്ലോ. വിഷ്ണു, ഇത്രയും വർഷക്കാലമായല്ലോ, അവൾ ഇതുവരെ ഒന്ന് നിന്നെ കാണാൻ പോലും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് നീ ഒരു കാര്യം മനസ്സിലാക്കണം, അവൾ നിന്നെ മറന്നു കഴിഞ്ഞിരിക്കുന്നു മോനെ.
നീ വെറുതെ അവളെ നിന്ദിച്ച് നിന്റെ ജീവിതമാണ് നീ പാഴാക്കിയത്. ഇനിയും നിന്റെ ജീവിതം ഇങ്ങനെ പാഴായി പോകുന്നത് കണ്ടു നിൽക്കാൻ അമ്മയ്ക്ക് കഴിയുന്നില്ല. അതുകൊണ്ടാണ് അമ്മ പറയുന്നത്. ഇനിയെങ്കിലും മോൻ അമ്മ പറയുന്നത് അനുസരിക്കണം. ആ ഫോട്ടോ ഒന്നെടുത്ത് നോക്ക്. നിനക്ക് ചേരുന്ന പെൺകുട്ടിയെ തന്നെയാ അമ്മ കണ്ടെത്തിയിരിക്കുന്നത്. ഇത്രയും വർഷക്കാലം നിന്നെ സ്നേഹിച്ചിരിക്കുന്നുവെന്നും നീ സ്നേഹിക്കുന്നത് നിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് നിന്നെ സ്നേഹിക്കുന്നെന്ന് നീ വിശ്വസിച്ച അവൾ നിന്നെ ചതിക്കുകയായിരുന്നു. അല്ലെങ്കിൽ ആത്മാർത്ഥമായ സ്നേഹമുള്ള ഒരു ഭാര്യയ്ക്കും തൻ്റെ ഭർത്താവ് എങ്ങനെ ജീവിക്കുന്നുവെന്നും അവൻ എങ്ങനെ കഴിയുന്നു എന്നോ അറിയാതെ ഒരു 6 മാസം എന്നല്ല 6 സെക്കൻഡ് പോലും ഒരു പെണ്ണിനും കഴിയാൻ കഴിയില്ല. അതാണ് സത്യം. നീ ആ സത്യം തിരിച്ചറിയണം മോനെ എന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണുവിനോട് സത്യാമ്മ ഉപദേശിക്കുന്നു. അവസാനം വിഷ്ണു സത്യാമ്മയുടെ വാക്കുകൾ വിശ്വസിച്ച രീതിയിൽ വേഗം നിലത്ത് കിടന്ന ആ ഫോട്ടോകൾ വിഷ്ണു കയ്യിലെടുത്തു. എല്ലാവരും ആകെ ഞെട്ടലോടെ അങ്ങ് നോക്കി നിൽക്കുമ്പോൾ സത്യാമ്മ വളരെ സന്തോഷത്തോടെ തൻ്റെ മകൻ താൻ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിച്ചു എന്ന അഹങ്കാരത്തിൽ സത്യാമ്മ വളരെ സന്തുഷ്ടിയായി അങ്ങനെ നിൽക്കുമ്പോൾ വിഷ്ണു നിലത്ത് വീണ ആ 3 ഫോട്ടോയും കയ്യിലെടുത്തു. അത് ഒന്ന് വിഷ്ണു നോക്കുന്നു. അതിനുശേഷം സത്യാമ്മയുടെ മുഖത്തിന് നേരെ പിടിച്ച് വിഷ്ണു ആ ഫോട്ടോകൾ വലിച്ചു കീറി. പിന്നീട് വിഷ്ണു ആ ഫോട്ടോ വലിച്ചു കീറിയതിന് ശേഷം അത് സത്യാമ്മയുടെ നേരെ തന്നെ മുകളിലേക്ക് വലിച്ചെറിയുന്നു. സത്യാമ്മയുടെ മുന്നിലൂടെ ആ ഫോട്ടോ ഓരോ പേപ്പർ കഷ്ണമായി നിലത്തേക്ക് വന്ന് വീണു. ആ കാഴ്ച കണ്ട് രാഘവൻ നായരും മറ്റുള്ളവരും സന്തോഷിക്കുമ്പോൾ ബ്രോക്കറായ വിജയകുമാർ ആകെ ഞെട്ടലോടെ നോക്കി. ഉടനെ തന്നെ ഫോട്ടോ എല്ലാ തുണ്ടും തുണ്ടുമായി താഴെ കിടക്കുന്ന കണ്ട ഉടനെ വിഷ്ണു സത്യഭാമയോട് പറഞ്ഞു, അങ്ങനെ ഒരു അപ്സരസിനെയും ഈ വിഷ്ണുവിന് വേണ്ട. സത്യഭാമയുടെ മകൻ വിഷ്ണുവിനും വാക്കൊന്നേ ഉള്ളൂ. മരണം വരെ ഈ വിഷ്ണുവിന് ശാലിനി മാത്രമേ ഉള്ളൂ. മറ്റൊരു അപ്സരസിനെയും ഈ വിഷ്ണുവിന് വേണ്ട എന്ന് പറഞ്ഞ് വിഷ്ണു അവിടെ നിന്ന് ദേഷ്യത്തോടെ സത്യാമ്മയോട് തനിക്ക് പറയാനുള്ളത് പറഞ്ഞ് അവിടുന്ന് നേരെ തൻ്റെ റൂമിലേക്ക് പോകുന്നു. വിഷ്ണു അവിടെ നിന്ന് പോയി കഴിയുമ്പോഴേക്കും സത്യഭാമ ആകെ കലിയോടെ ദേഷ്യത്തോടെ മറ്റുള്ളവരെ നോക്കി. ഉടനെ തന്നെ സത്യാമ്മയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ അറിയാവുന്നത് കൊണ്ട് അവിടെ നിന്ന് രോഹിത്തും ശ്യാമയും പോകുന്നു. രാഘവൻ നായർ വേഗം പിള്ളയെ വിളിച്ചിട്ട് രാഘവൻ നായരും അവിടുന്ന് റൂമിലേക്ക് പോയി. ഈ സമയത്ത് സത്യാമ്മ മാത്രമായപ്പോൾ വിജയകുമാർ പറഞ്ഞു, സത്യാമ്മയെ ഈ ബന്ധം നടന്നുവെന്ന് വിചാരിച്ചതാണ്. അവിടെ അവർക്കും വലിയ താല്പര്യമായിരുന്നു ഇങ്ങോട്ടേക്ക് വരാനായിട്ട്. സത്യത്തിൽ പെണ്ണ് കാണാൻ ചടങ്ങ് പോലും വേണ്ട എന്നാണ് അവർ തീരുമാനിച്ചിരുന്നത്. കാരണം പെൺകുട്ടിയുമായി അവരിവിടേക്ക് വരാമെന്നാണ് പറഞ്ഞത്. ഈ വിഷ്ണുവിനെ നേരത്തെ ആ പെൺകുട്ടി കണ്ടിട്ടുള്ളതാണല്ലോ. പിന്നെ ഈ വീടൊക്കെ കാണാം. ആ പെൺകുട്ടി ഇവിടെ വന്നല്ലേ താമസിക്കേണ്ടത്. അതുകൊണ്ട് വീട് കാണാനായിട്ട് ആ പെൺകുട്ടി ഇങ്ങോട്ട് വരട്ടെ എന്ന് തന്നെയായിരുന്നു സാറിൻ്റെയും തീരുമാനം. ഇനിയിപ്പോൾ എന്താ സത്യാമ്മ ചെയ്യുക എന്ന് പറഞ്ഞതും ഉടനെ വിജയകുമാറിനോട് സത്യഭാമ പറഞ്ഞു, അവരോട് ഇവിടേക്ക് വരാൻ പറ വിജയകുമാറെ. അത് കേട്ടതും ഉടനെ വിജയകുമാർ ചോദിച്ചു, അത് പിന്നെ സത്യാമ്മയും വിഷ്ണു ഇങ്ങനെ നിൽക്കുമ്പോൾ എന്ന് ചോദിച്ചതും വിഷ്ണുവിൻ്റെ ആഗ്രഹമല്ല സത്യഭാമയുടെ തീരുമാനം, വിഷ്ണുവിൻ്റെ തീരുമാനമല്ല സത്യഭാമയുടെ തീരുമാനമാണ് ഈ വീട്ടിൽ നടപ്പിലാവുക എന്ന് പറഞ്ഞു സത്യഭാമ വിജയകുമാറിനോട് അവരോട് വരാനായി അറിയിച്ചു. അപ്പോഴാണ് റൂമിലേക്ക് എത്തിയ വിഷ്ണു ശാലിനിയുടെ പേരെഴുതിയ ശാലിനി വിഷ്ണു IAS എന്ന ആ നെയിം ബോർഡിലേക്ക് നോക്കി. എവിടെയാടോ താൻ? 6 വർഷമായില്ലടോ തന്നെ ഞാൻ കണ്ടിട്ട് എന്ന് വളരെ വേദനയോടെ വിഷ്ണു ആ നെയിം ബോർഡിലേക്ക് നോക്കി. ശാലിനിയുടെ മുഖം അതിൽ കണ്ടതുപോലെ വിഷ്ണു സംസാരിച്ചു. 6 വർഷക്കാലം 600 യുഗങ്ങളായിട്ടാണ് എനിക്ക് കടന്നു പോയതെന്ന് വിഷ്ണു വിഷമത്തോടെ ആ നെയിം ബോർഡ് നോക്കി അങ്ങനെ സംസാരിക്കുമ്പോൾ അവിടേക്ക് സത്യഭാമ എത്തി. വിഷ്ണുവിൻ്റെ സങ്കടത്തോടെയുള്ള സംസാരം കേട്ട് സത്യഭാമ ആകെ ഞെട്ടലോടെ നോക്കുന്നു. വിഷ്ണു വിഷമത്തോടെ ശാലിനിയോട് സംസാരിക്കും പോലെ ആ നെയിം ബോർഡിലേക്ക് നോക്കി പറഞ്ഞു, ഇനിയും തന്നെ ഒരു നോക്ക് കാണാൻ വല്ലാതെ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ താൻ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ വിശ്വാസത്തിലും ആ പ്രതീക്ഷയിലുമാണ് ഈ വിഷ്ണുവിൻ്റെ ഇപ്പോഴത്തെ ജീവനും ജീവിതവും എന്ന് വിഷ്ണു വിഷമത്തോടെ പറഞ്ഞങ്ങനെ നിൽക്കുമ്പോൾ സത്യഭാമ ഇതെല്ലാം കേട്ടിരുന്നുവെന്ന് വിഷ്ണു നേരെ നോക്കുമ്പോൾ മനസ്സിലായി. സത്യാമ്മ വന്നതെല്ലാം കേട്ട് നിൽക്കുന്നത് കണ്ട് വിഷ്ണു വേഗം ആ നെയിം ബോർഡ് ആ വീട്ടിലേക്ക് പതുക്കെ എടുത്ത് മാറ്റിവെച്ചു. അല്പനേരം ദേഷ്യത്തോടെ നോക്കിയതിന് ശേഷം വേഗം വിഷ്ണു അവിടെ നിന്ന് എഴുന്നേറ്റ് റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി. സത്യാമ്മ അപ്പോഴേക്കും വിഷ്ണു എടുത്ത് നോക്കിയ നെയിം ബോർഡ് കാണാനായി വേഗം റൂമിലേക്ക് വന്നു. അതെടുത്ത് നോക്കിയതും ശാലിനി വിഷ്ണു IAS എന്ന് എഴുതിയിരിക്കുന്ന ആ നെയിം ബോർഡ് കണ്ടതോടെ സത്യഭാമ കലിയോടെ അതുമായി താഴെ ഹാളിലേക്ക് എത്തി. അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പൊന്നിയുടെ അരികിലേക്ക് എത്തി സത്യാമ്മ ആ നെയിം ബോർഡ് നീട്ടിട്ട് പറഞ്ഞു, പൊന്നി, ഇതിനി മതിലിനകത്ത് കണ്ടുപോകരുത്. ഈ കോമ്പൗണ്ടിനകത്ത് ഇത് കണ്ടാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും കൊണ്ട് കളയൂ എന്ന് പറഞ്ഞ് സത്യാമ്മ
ആ നെയിം ബോർഡ് പൊന്നിയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. പൊന്നി ആകെ വിഷമത്തോടെ സത്യാമ്മ എന്ന് വിളിച്ചിരുന്നു. പൊന്നി, ഞാനാ പറയുന്നത് കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞ് പൊന്നിയോട് കൊണ്ടേ കളയാനായി സത്യഭാമ ആക്രോശിച്ചു. അത് കേട്ട ഉടനെ പൊന്നി അത് വേഗം പുറത്ത് ആ പൂച്ചട്ടിക്ക് അരികിലായി കൊണ്ടുപോയി ഇട്ടുന്നു. അതിനുശേഷം അവിടുന്ന് സത്യഭാമ ഇതൊന്നും അറിയാതെ അങ്ങനെ അവിടെ പലതും ആലോചിച്ചിരിക്കുമ്പോൾ സ്കൂൾ കഴിഞ്ഞ് സ്കൂൾ ബെല്ലടിച്ച വൈകുന്നേരം സത്യയും ഒപ്പം പപ്പിമോളും കൂടി ഇവരും കൈ കോർത്ത് പിടിച്ച് സ്കൂളിൽ നിന്ന് പുറത്തേക്ക് ഗേറ്റിനരികിലെത്തി. അല്ല, ഇത്രയും നേരമായിട്ടും വന്നില്ല അച്ഛൻ എന്ന് ചോദിച്ച് വിഷമത്തിൽ നിൽക്കുമ്പോൾ ആര് വരുന്ന കാര്യാ എന്ന് ചോദിച്ചിട്ടും വിഷ്ണു അച്ഛൻ വരാമെന്ന് പറഞ്ഞിരുന്നു എന്ന് വിഷമത്തോടെ സത്യ പറഞ്ഞു. പപ്പി പറയുന്നു. പപ്പിയുടെ വാക്ക് കേട്ടതോടെ സത്യ ചോദിച്ചു, അപ്പോൾ കുട്ടിയുടെ അച്ഛൻ്റെ പേര് വിഷ്ണു എന്നാണോ എന്ന് അതിശയത്തോടെ ചോദിച്ചതും പപ്പി പറഞ്ഞു, അല്ല, എൻ്റെ അച്ഛൻ്റെ പേര് വിഷ്ണു എന്നല്ല, വിഷ്ണു എൻ്റെ അച്ഛൻ്റെ ചേട്ടനാ എന്ന് പപ്പിക്കുട്ടി അറിയിച്ചു. അങ്ങനെ അത് കേട്ടു, ഓ, അന്ന് രാവിലെ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടില്ലേ, അതാ എൻ്റെ വിഷ്ണു അച്ഛൻ എന്ന് വീണ്ടും സത്യമോളോട് പപ്പി പറഞ്ഞു കൊടുക്കുന്നു. അത് കേട്ട ഉടനെ പപ്പിമോൾ പറഞ്ഞു, ഓ, ബിഗ് ഫ്രണ്ട് അല്ലേ എന്ന് ചോദിച്ചിട്ടും ബിഗ് ഫ്രണ്ടോ എന്ന് അതിശയത്തോടെ പപ്പിമോൾ അന്വേഷിച്ചു. അപ്പോഴേക്കും സത്യമോൾ പറഞ്ഞു, അതെ, എന്നെ അവിടെ നാളികേരം ഉടയ്ക്കാനായി സഹായിച്ചല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഫ്രണ്ട്സായി, പിന്നെ വലിയ ആളായതുകൊണ്ട് ബിഗ് ഫ്രണ്ടായി എന്ന് സത്യ മറുപടി നൽകി. ഈ സമയത്ത് അങ്ങനെ സംസാരിച്ചു നിൽക്കുമ്പോഴാണ് പോൾസണും കൂട്ടാളിയും കൂടി അവിടെ സ്കൂളിന് അരികിലെത്തിയത്. സ്കൂളിന് ഗേറ്റിനരികിൽ വന്ന് നിന്നത് അവിടെ സത്യമോളോട് സംസാരിച്ചു നിൽക്കുന്ന പപ്പിയെ പോൾസൺ കണ്ടു. ഉടനെ തന്നെ പോൾസൺ സുസ്മിതയെ വിളിച്ചു. മേഡം പറഞ്ഞ കുട്ടിക്ക് അരികിൽ തന്നെ ഞങ്ങൾ എത്തി. ആ സ്കൂളിൽ വന്നു. അവിടെ മേഡം കാണിച്ച ആ കുട്ടിയുടെ മുന്നിൽ തന്നെ ഞാൻ നിൽക്കുകയാണ് എന്ന് പറഞ്ഞു. എന്നാൽ ഇനി വേഗം കാര്യങ്ങൾ നടത്തിക്കോ എന്ന് സുസ്മിത പറഞ്ഞു. ശരി മേഡം, എന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് വേഗം സുസ്മിതയുടെ കോള് കട്ട് ചെയ്യുന്നു പോൾസൺ. പിന്നീട് വേഗം സത്യമോളും പപ്പിയും അവിടെ വിഷ്ണു വരുന്നതും കാത്തിരിക്കുന്നു. അപ്പോഴേക്കും പപ്പിയോട് സത്യമോള് പറഞ്ഞു, വിഷമിക്കണ്ട, എൻ്റെ അമ്മ കുറച്ച് കഴിയുമ്പം വരും, അപ്പോൾ ഞാൻ കൊണ്ടുപോയി വിടാം, ഞങ്ങൾ കൊണ്ടുപോയി വിടാമല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടതും പപ്പി പറഞ്ഞു, എങ്കിലും ഇത്ര നേരമായിട്ടും വിഷ്ണുവിനും വന്നില്ലല്ലോ എന്ന് വിഷമിച്ചിരിക്കുമ്പോഴേക്കും സത്യ പറഞ്ഞു, അങ്ങനെ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ഇപ്പം ഇങ്ങോട്ട് വരുന്നേ, എൻ്റെ അമ്മ എത്തുമല്ലോ, അപ്പം നമുക്ക് പോകാം എന്ന് പറയുമ്പോൾ സ്കൂളിലെ സെക്യൂരിറ്റി എവിടേക്ക് വന്നു. രണ്ടുപേരുടെ സംസാരിച്ച് നിൽക്കുന്നത് കണ്ടപ്പോഴേക്കും ഉടനെ എൻ്റെ അമ്മ വന്നാലും ഞാൻ പപ്പിയെ തന്നെ വിട്ടിട്ട് പോവില്ലല്ലോ, ഞങ്ങൾ കൂട്ടിക്കൊണ്ടു പോകും, ഞങ്ങൾ കൊണ്ടുപോയി വിടാം, എന്താ പോരെ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ കുട്ടികൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് പോൾസണെത്തിയത്. അതെ, പപ്പിമോളല്ലേ എന്ന് ചോദിച്ച് പപ്പിയുടെ അരികിലേക്ക് എത്തി. അല്ല, നിങ്ങളാരാ എന്ന് പപ്പി അന്വേഷിച്ചതും ഉടനെ തന്നെ പോൾസൺ പറഞ്ഞു, അതെ, സത്യാമ്മ എന്നെ വിട്ടിട്ടാവാ എന്നെ ഇങ്ങോട്ട് വിട്ടയച്ചത് മോളെ കൂട്ടിക്കൊണ്ടു പോകാനാ എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ തന്നെ, അല്ല, അപ്പോൾ വിഷ്ണുവച്ച വരില്ലേ, വെല്ലിച്ച വരില്ലേ എന്ന് ചോദിച്ചപ്പം ആശാന് വേറെന്തോ തിരക്ക്, അതുകൊണ്ടാ എന്ന് പോൾസൺ മറുപടി പറഞ്ഞു. ഉടനെ തന്നെ പോൾസന്റെ ആ സംസാരം കേട്ടതും സത്യ ചോദിച്ചു, അല്ല, നിങ്ങളോട് സത്യമ്മ പറഞ്ഞത് സത്യമാണോ എന്ന് ചോദിച്ചപ്പം പപ്പിയുടെ സംസാരം കേട്ടിട്ട്, അങ്കിളിനെ ഞാൻ നേരത്തെ കണ്ടിട്ടില്ലല്ലോ, വീട്ടിലൊന്നും വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. വീട്ടിലേക്ക് ഞാൻ വല്ല, എനിക്ക് ജോലി അങ്ങ് ഫാക്ടറിയിലാ എന്ന് അയാൾ മറുപടി പറഞ്ഞു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞതും മോള് വാ എന്ന് പറഞ്ഞ് ബാഗും എടുത്തുകൊണ്ട് മോളെ വിളിച്ചുകൊണ്ട് പോകാനായി പോൾസൺ തുടങ്ങുമ്പോൾ സത്യമോള് പറഞ്ഞു, അതെ, കൊണ്ടുപോകാൻ വരട്ടെ, നിങ്ങളോട് ആരാ പറഞ്ഞെന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചിട്ടും സത്യാമ്മ എന്ന് പറഞ്ഞു. ഉടനെ പോൾസനോട് പറഞ്ഞു, എന്നാ സത്യാമ്മയെ ഫോൺ ചെയ്യേ, എന്നിട്ട് പപ്പിമോളുടെ കൊടുക്ക്, അപ്പം പിന്നെ പപ്പിമോള് കൂടെ വരുമല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ തന്നെ പോൾസനാകെ പ്രശ്നത്തിലായി. അപ്പോഴേക്കും പോൾസനോട് സെക്യൂരിറ്റി ചോദിച്ചു, അതെ, കുട്ടി പറഞ്ഞു കേട്ടില്ലേ, നിങ്ങൾ ഫോൺ വിളിച്ച് കാണിക്കുക, കുട്ടിയോട് പറ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ, അയ്യോ, അതിന് ഞാൻ ഫോൺ എടുത്തില്ലല്ലോ എന്നായി പോൾസന്റെ മറുപടി. ഉടനെ തന്നെ സത്യമോള് പറഞ്ഞു, ഫോണെങ്കിൽ ഞാൻ തരാമല്ലോ എന്ന് പറഞ്ഞ് എൻ്റെ ബാഗിലിരുന്ന് ഫോൺ എടുത്ത് സത്യമോള് പോൾസനെ നേരെ നീട്ടി. അപ്പോഴേക്കും പോൾസൺ അത് വാങ്ങിക്കാൻ മടി കാട്ടുന്നുണ്ട്. സെക്യൂരിറ്റി ചോദിച്ചു, എന്താടോ, തനിക്ക് വിളിക്കാൻ പാടില്ലേ എന്ന് ചോദിച്ചപ്പം പോൾസൺ പറഞ്ഞു, അയ്യോ, അതല്ല, എനിക്ക് നമ്പർ അറിയില്ല, അതുകൊണ്ടാ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ സെക്യൂരിറ്റി പറഞ്ഞു, നമ്പർ അറിയില്ലെന്നോ, അതെ, നിന്റെ നമ്പറൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാൻ എന്താടാ പോലീസിനെ വിളിക്കണോ എന്ന് ചോദിച്ചിട്ടും, അയ്യോ വേണ്ട ചേട്ടാ, പോലീസിനൊന്നും വിളിക്കേണ്ട കാര്യമില്ല, ഞാൻ പോയിക്കോളാമേ, അല്ല, കുട്ടിയെ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ വന്നെന്നല്ലേ ഉള്ളൂ, ഞാനങ്ങ് പോയിക്കോളാം, ഈ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല,
അവരാരെങ്കിലും വന്ന് കുട്ടിയെ കൂട്ടിക്കോട്ടെ, എന്താ പോരെ എന്ന് പറഞ്ഞപ്പോൾ എന്നാ വേഗം പൊക്കടാ, നിന്റെ ഈ പോലത്തെ വേഷം കെട്ടൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് സെക്യൂരിറ്റി അയാളുടെ നേരെ ദേഷ്യപ്പെടും. അയാൾ പോകുമ്പോഴേക്കും സത്യയോട് പറഞ്ഞു, അതെ വേഗം പപ്പിയോട് സത്യമോള് പറഞ്ഞു, ഇതുപോലുള്ള ആളുകൾ ആരെങ്കിലും വന്നാലേ ഇങ്ങനെ പോകാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഉടനെ സെക്യൂരിറ്റി അവിടേക്ക് എത്തിയിട്ട് പറഞ്ഞു, അതെ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആരും ഇതുപോലൊക്കെ പല അടവും വന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോകാനൊരുങ്ങും. അപ്പോൾ ഒരു കാരണവശാലും അവരുടെ കൂടെ പോകരുത് കേട്ടോ എന്ന് പറഞ്ഞു. ഈ സമയത്ത് പെട്ടെന്ന് സെക്യൂരിറ്റിയെ വിളിക്കാനേ അവിടുത്തെ ഒരു ഡ്രൈവർ സ്കൂളിലെ സ്റ്റാഫ് വന്ന് വിളിച്ചിട്ട് പറഞ്ഞു, അതെ കരിയമ്മക്കാനെ ഇതാ HM വിളിക്കുന്നു, അതാ വരുന്നു എന്ന് പറഞ്ഞ് സെക്യൂരിറ്റി വേഗം അവിടേക്ക് പോകുന്നു. ഈ സമയത്ത് സെക്യൂരിറ്റി അവിടെ നിന്ന് മാറുന്നത് പോൾസൺ കണ്ടുകൊണ്ട് നിൽക്കുന്നു.